പാട്ടിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്യാറ്. പാട്ട് പാടാൻ മാത്രമാണ് ഞാൻ പറയേണ്ട കാര്യം. സാന്ദ്രം സംഗീതം മലയാള സിനിമയിലെ നിത്യഹരിത ഗാനങ്ങളിലൂടെ അവയിലെ സംഗീത തനിമ തേടിക്കൊണ്ടൊരു യാത്ര. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ തവനൂർ സൗത്ത് യൂണിറ്റിന്റെ 2024 കുടുംബസംഗമത്തിൽ സുപ്രസിദ്ധ സിനിമാ ഗാന നിരൂപകനും എഴുത്തുകാരനും സ്റ്റേജ് ആർട്ടിസ്റ്റുമായ ശ്രീ ജയകൃഷ്ണൻ മാഷ് അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി സാന്ദ്രം സംഗീതം. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും പാടം പച്ചച്ച പാവാടയിട്ടപ്പോ പാവം നീയത്ത വേദോ എന്തൊരു ദാഹം, എന്തൊരു മോഹം, എന്തൊരു തീരാത്ത ശോകം. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. ഇത് ആണ് ശരിക്ക് നമ്മുടെ ആദ്യത്തെ തികഞ്ഞ പാട്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇതിനേക്കാൾ പോപ്പുലറായ ഒരുപാട് പാട്ട് ആ സിനിമയിലുണ്ട്. ഒന്ന് എല്ലാവരും ചൊല്ലണം, മറ്റൊന്ന് കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു കിന്നാരം ചൊല്ലിയിടാം. വേറൊന്ന് മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൽ മണിവിളക്കി. ഇതൊക്കെ ആ സിനിമയിലെ പാട്ടാണ്. മാത്രമല്ല നമ്മൾ കേട്ട് പരിചയമുള്ള, നമ്മൾക്കൊക്കെ പരിചയമുള്ള ഈണമാണ് അതിൽ മാഷ് ഉപയോഗിച്ചിട്ടുള്ളത്. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൽ മണി വിളക്കേ, മാടത്തിൽ മണി വിളക്കേ. ഉള്ളി കടന്നു കരൾ കൊള്ളയടിക്കും നീ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ഉള്ളി കടന്നു കരൾ കൊള്ളയടിക്കും നീ കള്ളിപ്പെണ്ണെന്നു വിളിക്കും, നിന്നെ ഞാൻ കള്ളിപ്പെണ്ണെന്നു വിളിക്കും. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല, മാടത്തിൽ പച്ചക്കിളി ചൊല്ലിടാം, പാടത്തിൽ പച്ചക്കിളി. ആടാനും വരില്ല ഞാൻ, പാടാനും വരില്ല ഞാൻ, പാടത്തിൽ പച്ചക്കിളി ചൊല്ലിടാം, പാടത്തിൽ പച്ചക്കിളി. മാനെന്നും വിളിക്കില്ല, മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തിൽ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൽ മണി വിളക്കേ. അതിലൂടെ അവതരിപ്പിക്കുന്ന പാട്ട് തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയിൽ യേശുദാസ് പാടിയ പാട്ടാണ്. പാരിജാതം തിരുമിഴി തുറന്നു. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇത് കുറച്ച് ദൂരെ, അല്പദൂരെ എവിടെയോ ആണ് ഇയാളുടെ കാമുകി ഇരിക്കുന്നത്. അപ്പോൾ കാമുകി കേൾക്കാനാണ് ഇയാൾ പാടുന്നത്. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തുവിടർന്നു, നീലോൽപ്പലമിഴി നീലോൽപ്പലമിഴി എന്നാണ് പാട്ട് തുടങ്ങുന്നത്. ഇതില് രാത്രി ഈ നേരമായിട്ട് നീ ഉറങ്ങി, നിന്നെ ഉണർത്താനായിട്ട്
ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത്. എന്നിട്ട് നിത്യകാമുകി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പെണ്ണ് അല്ലെങ്കിൽ ഇയാളുടെ കാമുകി തൊട്ടടുത്തല്ല എന്നാണ്. പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം എന്ന് പ്രിയതമാന്ന് ഉറക്കെ വിളിക്കുകയാണ് പെണ്ണ്. അതിൻ്റെ അർത്ഥം മറ്റെവിടെയോ ആണ് കാമുകനിരിക്കുന്നത് എന്നാണ്. ഇതാണ് ഒരു സംഗീത സംവിധായകൻ എഴുതി കിട്ടുന്ന വരിയുടെ മുകളിൽ കാണിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്. അരികിൽ അരികിൽ എന്നാണ് ഞാൻ വേറെ പറയാം. പാട്ട് അരികിലാണ്, അകലെയാണ്. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ ആയാൽ മാത്രമേ ഒരു പാട്ട് അത് ഉദ്ദേശിച്ച ലക്ഷ്യത്തിൽ നമ്മുടെ അകത്തേക്ക് കയറുകയുള്ളൂ. മേലെ എന്നുള്ളതിന് പകരം താഴെ എന്ന് വരുന്നത് രണ്ടും രണ്ടാണ്. മേലെ എന്ന് പറയുന്നതും താഴെ എന്ന് പറയുന്നതും അതാണ് ഒരു കാര്യം. ഒരു സംഗീത സംവിധായകൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഇനി ഓരോ പാട്ട് വരുമ്പോഴും ഞാൻ പറയും. രണ്ടാമത് നിങ്ങൾ എന്നെ വിളിച്ചാൽ എനിക്ക് കുറേ സമയം പറയാം. അപ്പോഴേക്കും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ഒരു വിഷയം. വിശ്വമോഹിനി നിൽപ്പുനാമി വികാര സരസകരണി സഖി
എഴുന്നേൽക്കൂ ഏകാന്ത ജാലകം തുറക്കൂ പാരിജാതം തിരുവിഴി തുറന്നു അവിഴമുന്തിരി പൂത്തുവിടന്നു നീലോൽപലമിഴി നീലോൽപലമിഴി നീ മാത്രമെന്റെ ഇവിടെ ഞാൻ പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സൂപ്പർ ഹിറ്റ് പാട്ടാണ്. നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു എന്ന് പറയുന്ന ജാനകിയമ്മയുടെ പാട്ടാണ്. ഈ പാട്ട് എഴുതിയിട്ടുള്ളത് പൂവച്ചൽ ഖാദറാണ്. ഇത് ചാമരം എന്ന് പറയുന്ന ഭരതന്റെ സിനിമയിലെ പാട്ടാണ്. ഇത് വളരെ വ്യത്യസ്തമായ ഒരു സാഹിത്യമാണ് ഇതിൻ്റെ. നാഥ നീ വരും കാലച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, നിന്റെ വഴിയിൽ എൻ്റെ മിഴിപ്പക്ഷികൾ ചിറകുകൾ വിടർത്തി നിന്നു എന്നാണ് പറയുന്നത്. ഇതൊരു കാത്തിരിപ്പാണ്. തൻ്റെ പ്രിയപ്പെട്ടവൻ വരുന്നത് കാത്തിരിക്കുന്നതാണ്. ഒറ്റ കാര്യം ഇത് പറയാനുള്ളത്, കുറേ കാര്യം പറയാനുണ്ട്. എല്ലാ പാട്ടിനെ കുറിച്ചും പറയാൻ ഒരു 10 മിനിറ്റ് പറയാനുണ്ടായിരുന്നു, പക്ഷെ അത് തീരില്ല. ഇതിലെ ഒരു സംബോധനയാണ് നാഥ. അത് എത്രമാത്രം മനോഹരമാകുന്നോ അത്രയ്ക്കും നമുക്കത് ഇഷ്ടപ്പെടും. നാഥ നീ വരും കാലൊച്ച കേൾക്കും കാതോർത്തു ഞാനിരുന്നു താരകവീഥി മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു കാലച്ച അതാണ് നാഥ എന്ന് വിളിക്കുന്നത്. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം, അത് വേറെ ഒരു വിളിയാണ്. പ്രിയ സഖി ഗംഗേ, അത് വേറൊരു വിളിയാണ്. സംബോധന പല മാതിരിയാണ്. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു പാവകവീഥി മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു താവകവീഥി മിഴിപ്പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ചുംബനം കൊണ്ടൊരു പൂവിൻ കവി തൊടുത്തു നേരിയ മഞ്ഞിന്റെ ചുംബനം കൊണ്ടൊരു പൂവിൻ കവി തൊടുത്തു കാണുന്ന നേരത്ത് മിണ്ടാത്ത മേഘങ്ങൾ ചാമരം വീശിരുന്നു
കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. പാവകവീതി എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും ആലോച കേൾക്കുവാൻ. ഈളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എൻ്റെ മനം തുടിക്കാം. ഈളം കാറ്റിൻ്റെ ഈറനണിയുമ്പോൾ എൻ്റെ മനം തുടിക്കാം. മിണ്ടാതെ വന്നെൻ്റെ ചാരത്തണയും എന്ത് പറഞ്ഞടുക്കാത്ത നീവരും ആലോച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. പാവകവീഥി എന്നിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു. നാഥ നീ വരും കാലോച കേൾക്കുവാൻ. അടുത്ത പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ട് ഞാനൊരു 8 വരി ഡെമോ ചെയ്തിട്ട് ഞാൻ പാടാൻ പോകുന്ന പാട്ട് വേറൊന്നാണ്. അത് സിനിമാ ഗാനമല്ല, അതൊരു ടെലിവിഷന് വേണ്ടി ഉണ്ടായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ ഒരു സിനിമാ ഗാനത്തിൻ്റെ 10 ഇരട്ടിയാണ് അത് പ്രസിദ്ധമായിട്ടുള്ളത്. ഒന്നിന് ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമൽ ഉറക്കമായി ഉണർത്തരുത്. ജയചന്ദ്രൻ പാടിയ പാട്ട് പണ്ട് ദൂരദർശൻ നമ്മുടെ വീട്ടിൽ വെച്ചിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ വിഷ്വൽ കാണാം, അദ്ദേഹം തന്നെ നിന്ന് പാടുന്നത്. ഇപ്പോൾ ദൂരദർശൻ ആരും വെക്കാറില്ലാത്തതുകൊണ്ട് കാണാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ എല്ലാവരും നമ്മളൊക്കെ മറ്റേ ചാനലുകളിലാണ്, സീരിയൽസും അങ്ങനെയൊക്കെയുള്ള ചാനലുകളിലാണ് പോകുന്നത്. ഇത് ദൂരദർശൻ്റെ വളരെ വരണ്ടുണങ്ങിയ ആ നിറത്തിൽ നമ്മൾ കണ്ടിരുന്നതാണ് ഒരു ചുവന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് അദ്ദേഹം പാട്ട് പാടുന്നത്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഈ അരികിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. പാട്ടിങ്ങനെയാണ് വരുന്നത്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. ഒരാളുടെ ആഗ്രഹമാണ്. ഒരു മാത്രം, അങ്ങനെയാണ് ആദ്യം പാട്ട്. ഒരു മാത്രം, ഒരു മാത്ര എന്ന് പറഞ്ഞാൽ അതാണ്, ഒരു ഞൊടിയാണ്. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ഒരു മാത്ര വെറുതെ നനച്ചുപോയി. രണ്ടാമത്തെ വെറുതെ ആദ്യത്തെ വെറുതെ അല്ല. ആദ്യം വെറുതെ നനച്ചു, പിന്നെ നീ ഉണ്ടായില്ല, വീണ്ടും വെറുതെ നനച്ചു. രണ്ട് വെറുതെ എങ്ങനെയാണ് രണ്ടർത്ഥത്തിൽ പ്രയോഗിക്കുക എന്നുള്ളതാണ് ചോദ്യം. അവിടെയാണ് ദേവരാജൻ മാസ്റ്റർ എന്ന് പറയുന്ന മഹാന്റെ ചിത്രം നമ്മൾ വീട്ടിൽ വയ്ക്കുക. അതാണ് എന്ത് വാക്ക് കൊടുത്താലും എന്തൊരു കാര്യം പറഞ്ഞാലും ആ കാര്യത്തിൽ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാസ്റ്റർ ട്യൂണിൽ ഉണ്ടാവും. പിന്നെ അത് പാടിയിട്ടുള്ളത് അത്രയും മഹാന്മാരായിട്ടുള്ള പാട്ടുകാരാണ്. അതും നമ്മൾ ആലോചിക്കണം. യേശുദാസും പി സുശീലയും ജയചന്ദ്രനും പി ലീലയും ഒക്കെയാണ് പാടിയിട്ടുള്ളത്.
രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. എന്താണോ ഇവർ ഉദ്ദേശിക്കുന്നത് അതവർ പാടിത്തരും. അതിലൊരു പാട്ടാണ് ഞാനിവിടെ ആകാശവാണിക്ക് ദൂരദർശന് വേണ്ടിയിട്ട് മാഷ് ചെയ്തൊരു പാട്ട്. 80കളിലാണ് ഈ പാട്ട് വരുന്നത്, 90കളുടെ ആദ്യത്തിലാണ് ഈ പാട്ട് വരുന്നത്. ഈ പാട്ട് എഴുതിയത് ONV കുറുപ്പാണ്. ഓരോ വാക്കും ഉച്ചരിക്കുന്നതും ഓരോ വാക്ക് എങ്ങനെയാണ് ഉച്ചരിക്കാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നോക്കുക. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മടുവക്കമായി ഉണർത്തരുതേ, എന്നോ മടുവക്കമായി ഉണർത്തരുതേ. ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മടുവക്കമായി ഉണർത്തരുതേ, എന്നോ മടുവക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരുതാഴ്ത്തും ശാരദ നിലാവേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. ഉച്ചത്തിൽ മിടിക്കൊല്ലി നീ എന്റെ ഹൃദന്തമേ, സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്നു പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. എത്രയോ ദൂരമെന്നോടൊപ്പം നടന്നു പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ. താരാട്ടിൻ അനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമേലെ അടയും വരെ. താരാട്ടിൻ അനുയാത്ര നിദ്രതൻ പടിവരെ, താമര മലർമേലെ അടയും വരെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. പകലും രാവും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ്ണ നിറമോകും ഈ മുഖം നോക്കി. പകലും രാവും ഇണചേരുന്ന സന്ധ്യയുടെ സൗവർണ്ണ നിറമോകും ഈ മുഖം നോക്കി. കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ ഭാരതയെ നോക്കി. കാലത്തിൻ കണികയാമി ഒരു ജന്മത്തിൻ്റെ ജാലകത്തിലൂടെ ഭാരതയെ നോക്കി.
കേവലാനന്ദ സമുദ്രമേ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഞാനിരിക്കുമ്പോൾ കേവലാനന്ദ സമുദ്രമേ പ്രാണനിലല തല്ലി ആർത്തിടുന്നു. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്നോ മരുമക്കമാ ഉണർത്തരുതേ, എന്നോ മരുമക്കമാ ഉണർത്തരുതേ. ഒന്നിനി തിരിതാട്ടു ശാരദ നിലാവ് ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. അടുത്തത് ദക്ഷിണാമൂർത്തിയുടെ ഒരു പാട്ടാണ്. ശ്രീകുമാരൻ നമ്പി എഴുതിയ പാട്ട്, യേശുദാസിനെയാണ് പാടിയത്. അതിനു മുൻപ് വേറൊരു പാട്ട് ഞാൻ പാടി കാണിക്കാം. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ ഇനിയും നിൻ കഥ പറയും, അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൽ സ്വപ്നബിന്ദുവും. ഹൃദയ സരസിൽ വിടർന്ന പ്രണയപുഷ്പത്തെ പറ്റിയാണ് പറയുന്നത്. ഹൃദയ സരസിൽ വിടർന്ന പ്രണയപുഷ്പം, ഹൃദയ സരസിൽ വിടരുന്നത് താമരയാണ്. ഇത് പ്രണയം എന്ന താമരയാണ്. ആ താമരയോട് തൻ്റെ കഥ പറയാൻ പറയുകയാണ്. പിന്നീട് ഈ വരാൻ വൈകിയ ഈ പ്രണയത്തെക്കുറിച്ച്, പ്രണയം നമുക്ക് കാമുകിയാണ്, പ്രണയത്തെക്കുറിച്ച് ആണ് അടുത്ത വരി പറയുന്നത്. പിന്നെ അടുത്ത 4 വരി പറയുന്നത് ഈ കാമുകിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ 7 അഴകുള്ളൊരു നായിക നീ, എൻ അനുരാഗ തപോവന സീമയിൽ ഇന്നലെ വന്ന തപസ്വിനി നീ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ നായികയാണ് നീ എന്ന് പറയുന്നത്, ഇയാൾ എഴുതാൻ വൈകിയ ചിത്രകഥ തൻ്റെ പ്രണയമാണ്. അതായത് നിന്നെ എൻ്റെ പ്രണയിനിയായി തിരിച്ചറിയാൻ ഞാൻ കുറച്ച് സമയമെടുത്തു എന്നാണ് പറയുന്നത്. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ നീ 7 അഴകുള്ളവളാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് പിന്നീടാണ്, അത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. അതാണ് പറയുന്നത്, എത്ര സന്ധ്യകൾ ചാലിച്ചു ചാർത്തി ഇത്രയും അരുണിമ നിൻ കവിളിൽ, എത്ര സമുദ്ര ഹൃദന്തം ചാർത്തി ഇത്രയും നീലിമ നിന്റെ കണ്ണിൽ. ആ സിനിമ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടാവുന്നത് പ്രേം നസീർ ഷീലയുടെ ഒരു ചിത്രം വരയ്ക്കുന്നതാണ് ആ സീക്വൻസ്. ഇതൊക്കെ ഈ പാടുന്ന പാട്ടൊക്കെ പാടിയിട്ടുള്ളത് നസീർ സാറാണ്. മലയാള സിനിമാ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ ആളുടെ മുഖം മാത്രമേ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ കണ്ണിൽ വരിക നസീർ സാറാണ്. അങ്ങനെ ഒരാൾ ഈ ഭൂമിയിലില്ല പാട്ട് പാടാൻ സ്ക്രീനിൽ, ഒരാളുമില്ല. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് മലയാളത്തിൽ മോഹൻലാലാണ്. അത് വേറൊരു കഴിവാണ്. അത് നമ്മൾ വലിയ അഭിനേതാവല്ല എന്നുള്ളതൊന്നും ഒരാൾ വിഷയം വരുന്നില്ല. അത് നസീർ സാറുമായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സിനിമയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. സാറിനോട് ചോദിച്ചപ്പോൾ സാർ ഒരിക്കലും ഉറക്കെ പാടില്ല, ചുണ്ടനക്ക മാത്രമാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ. സാറ് പാടുന്ന പാട്ടുകളൊക്കെ ചുണ്ടനക്കുകയും ചെയ്യുന്നുള്ളൂ, ഒരിക്കലും ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. കാരണം സാറ് അങ്ങനെ പാടില്ല. സത്യൻ മാഷാണ് നന്നായിട്ട് പാടിയിരുന്ന ആള്. പക്ഷേ ചുണ്ടനക്കുമ്പോൾ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ മുഴ ഇളകും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ കഴിവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാട്ട് പാടുന്ന ഒരാളെ നമുക്ക് വേറെ സങ്കല്പിക്കാനേ സാധിക്കില്ല. തമിഴ് സിനിമയിൽ ശിവാജി ഗണേശനാണ് അങ്ങനെ അഭിനയിച്ചിരുന്ന ഒരാൾ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവിൽ
ബിന്ദുവൻ സ്വപ്നബിന്ദുവ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ നീ പറയൂ. എഴുതാൻ വൈകിയ ചിത്രകഥയിലെ ഏഴകുള്ളൊരു നായികനീ എന്നനുരാഗ തപോവനസീമയിൽ ഇന്നലെ വന്ന തപസ്വിനി ഹൃദയ സരസിനെ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ. നീ പറയൂ. ഇവിടെ കൊന്നപ്പൂവേ എന്നുള്ള പാട്ട് പാടുന്നത് എസ് ജാനകിയാണ്. അമ്മയെ കാണാമെന്ന് പറയുന്ന സിനിമ. ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ഒരു പെണ്ണ് തൻ്റെ പ്രണയ രഹസ്യം കൊന്ന ചെടിയോട് സംസാരിക്കുന്നതാണ് കോണ്ടെക്സ്റ്റ്. കൊന്നപ്പൂവേ പൊങ്ങിണിപ്പൂവേ ഇന്ന് എന്നെ കണ്ടാൽ എന്തു തോന്നും കിങ്ങിണിപ്പൂവ. എന്ത് തോന്നുന്നു ചോദിക്കുന്നത് എനിക്ക് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, നിനക്കത് തോന്നുന്നുണ്ടോ എന്നാണ്. കരളിലൊരായിരം തങ്കക്കിനാക്കൾ കരുതിയിട്ടുണ്ടെന്ന് തോന്നുമോ? ഒരു ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം, മണവാളൻ കൈകൊണ്ട് നുള്ളിയ കവിളത്ത് മൈലാഞ്ചിയുള്ളതായി തോന്നുമോ എന്നാണ്. അങ്ങനെ ഒരു കുസൃതി കാണിച്ചിട്ടുണ്ട്. അതെങ്ങാനും ആരെങ്കിലും കണ്ടാൽ തോന്നുമോ എൻ്റെ കവിള് ചുവന്നത് മണവാളൻ കൈകൊണ്ട് നുള്ളിയിട്ടാണ് എന്ന് തോന്നുമോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രണയസങ്കല്പം, ഇങ്ങനെ പ്രകൃതിയുമായി ചേർന്ന് സംസാരിക്കുന്ന ഒരു ഭാഷ എഴുതാൻ ഭാസ്കരൻ മാഷ്ക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. ഈ പാട്ടും ട്യൂൺ ചെയ്തിട്ടുള്ളത് രാഘവ മാഷാണ്. ഈ പാട്ട് നിങ്ങൾ സംഗീതം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് ഈ പാട്ട് പാടിയിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കർണാട്ടിക് കൃതിയിലേക്ക് പോകാൻ പറ്റും. എന്നെ തപം ചെയ്തനെ എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. ഇത് പാടിയിട്ട് കൊങ്ങിണിപ്പൂവെന്ന് പാടിയിട്ട് നേരെ അതിലേക്ക് കട്ട് ചെയ്ത് പോവാം. എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലായിട്ടുള്ള ഒരു ബേസിൽ നിന്നാണ് ഈ പാട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നർത്ഥം. കൊന്നപ്പൂവേ പൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണിപ്പൂവേ. കൊന്നപ്പൂവേ പൊങ്ങിണിപ്പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു